ജിയോ ഈസ് ഗുഡ്. ഓക്കെ ഗൈസ്, ജിയോ അടിപൊളിയാണ്. ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഇല്ലേ, ജിയോക്ക് നമ്മളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നെറ്റ് പോകുന്നത് അല്ലെങ്കിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ് പോകണമെങ്കിൽ ഒരു കോൾ ചെയ്താൽ മതി, അവർ അപ്പം തന്നെ ഒരു വാനിൽ വരും. ഫുൾ എല്ലാവരും ഭയങ്കര പ്രൊഫഷണലാണ് ജിയോൻ്റെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ജിയോക്ക് നമുക്ക് നെറ്റ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്തെ കാര്യമാണെന്ന് പറയുന്നത്, ബാക്കി എനിക്കറിയില്ല. ഇവർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വാനിൽ ജിയോൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് 4-5 ആൾക്കാർ വരും. ചെറിയ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തന്നെ വന്നിട്ട് മൊത്തം വയറിങ് ഇതെല്ലാം നോക്കും. ഇതിൻ്റെ ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, PC ആയിട്ട് കണക്ട് ചെയ്ത് IP എല്ലാം റീസെറ്റ് ചെയ്ത്, മനസ്സിലാവും, മൊത്തം കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് അവർ പോകും. കേരള വിഷൻ ആയാലും കേരള വിഷൻ ടീഷർട്ട് തന്നിട്ട് അത്ര സ്റ്റാൻഡേർഡിൽ വരില്ലെങ്കിലും നമ്മളൊരു ഗിരീഷ് ചേട്ടനെ പോലത്തെ ആരെങ്കിലും വരും, ഒരു സ്പ്ലെൻഡറും എടുത്തിട്ട് ഒരു വയറുണ്ടാവും, തെങ്ങ് കയറാൻ ഞങ്ങൾ വരുന്ന പോലെ ഇങ്ങനെ ഇവിടെ ഷോൾഡറിലൊരു വയറും ചുറ്റി സ്പ്ലെൻഡറിൽ വരും. എന്നാ പ്രശ്നം സെറ്റാക്കാലോ വരും. നോ ഡിസ്റെസ്പെക്ട്, സ്റ്റിൽ സ്നേഹത്തോടുകൂടി വരുന്നുണ്ട്, മനസ്സിലാവും. ജിയോ ആയാലും കേരളായാലും വരും. എയർടെൽ എന്താ പറയാലോ, ഹലോ ഇത് നെറ്റ് കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ലേ, എന്നാ ഒരു കംപ്ലൈന്റ് ഒരു കസ്റ്റമർ കെയർ. ഏത് കസ്റ്റമർ കെയർ? കീപാഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ കെയറിന്റെ നമ്പർ അറിയാം. പണ്ട് കസ്റ്റമർ കെയറിന്റെ നമ്പറെല്ലാം നമ്മൾ ഓർത്ത് വെക്കലുണ്ട്, 198 അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പൊ ഏതാന്ന് കസ്റ്റമർ കെയർ നമ്പർ? എയർടെലിന്റെ കസ്റ്റമർ കെയർ എന്താ സംഭവം? ഇവര് പറയാം ഏതോ ആപ്പിൽ കയറുമ്പോൾ, ഏതോ ആപ്പിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഒരു കംപ്ലൈന്റ്. അതിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. മെയിൽ അയച്ചിട്ട്, മറ്റേ ഒഫീഷ്യൽ ബിസിനസ് മീറ്റിങ്ങിന് മറ്റേ മെയിൽ അയക്കുന്ന പോലെ മെയിൽ അയച്ചിട്ട്, അതായത് നമുക്ക് അന്നത്തെ ദിവസം ലൈവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൽ അയച്ചിട്ട് വെയിറ്റ് ചെയ്യണം. എത്രയോ ദിവസം, ഇത് എത്ര ദിവസം എടുക്കുന്ന ആർക്കറിയാം? അല്ലെങ്കിൽ ഈ മെയിൽ ഇതെല്ലാം എപ്പോൾ ഒരു ചെക്ക് ചെയ്യണം. കംപ്ലൈന്റ് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം ഓൻ്റെ എല്ലാം സമയത്തിന്. ആടെ ഇരിക്കടാ ലോട്ട കാര്യം പറയാലോ. എന്നിട്ട് പറയുമ്പോൾ തന്തക്ക് വിളിയും ഇവന്മാരല്ല. ഞാൻ കാര്യം പറയല, ഓൻ്റെ ഒരുത്തനുണ്ട്, എനിക്ക് എൻ്റെ ഓഡിയോ ഉണ്ട്, ഓനിങ്ങനെ തന്തക്ക് വിളിച്ചില്ല, ഒരു തന്തക്ക് വിളിക്കുന്ന പോലത്തെ ഒരു ടോക്കിലാന്ന് എന്നോട് സംസാരിച്ചത്. തന്തക്ക് ഉറക്കാത്ത പരിപാടി എന്നല്ലാന്നോ പറയുന്നത്. ഇതാണോ ഈ എയർടെലിന്റെ കസ്റ്റമർ സർവീസ്? എയർടെലിന്റെ നെറ്റ് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ലൈവില് വന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം എനിക്ക് ഓഡിയോ അയച്ചേക്കുന്ന തന്തക്ക് ഉറക്കാത്ത പരിപാടിയല്ലേ കാണിക്കുന്നതെന്ന്. ഓനെ വിളിച്ചിട്ട് ഓൻ കസ്റ്റമർ സർവീസ് ചെയ്യാത്തത് ഞാൻ വന്ന് ലൈവിൽ പറഞ്ഞു. അതിലെന്താണ് തെറ്റുള്ളത്? എന്നിട്ട് ഒരു എംപ്ലോയി പറയുന്ന വാക്കാണത്, തന്തക്ക് ഉറക്കാത്ത പരിപാടിയല്ലേ. ഇവരെല്ലാം ഓൻ്റെ എല്ലാം ജോലി കളയണ്ട വെച്ചിട്ടാ ഞാൻ പിന്നെ ഓഡിയോ ഒന്നും കേൾപ്പിക്കാത്ത ഓട്ട. അല്ല, അപ്പൊ